ഓക്കെ. ഹലോ എവരിവൺ. അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് എന്തായിരുന്നടാ? ടൈപ്പ് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ. അതായത് ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സും മാത്രം ഉള്ളത്. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു കറണ്ട് സോഴ്സ് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിന് മാത്രമായി വരുന്നത് ടൈപ്പാണ് നമ്മൾ ചെയ്തത് അല്ലെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ആ ഏത് ബ്രാഞ്ചിലാണോ ആ കറണ്ട് സോഴ്സ് വരുന്നത്, ആ കറണ്ട് സോഴ്സ് ഉള്ള ബ്രാഞ്ചിൽ മാത്രം നമ്മൾ എന്താ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പൊ ഇത് വൺ ആംപിയർ ആണ് ഈ കറണ്ട് സോഴ്സ്. അവിടെ മാത്രമേ നമ്മൾ KVL അപ്ലൈ ചെയ്യേണ്ട, ബാക്കി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ ഇത് നിങ്ങൾക്ക് ആ ടൈപ്പ് 2യുടെ ഒരു ഹോംവർക്ക് ആണ് ഞാൻ ഇവിടെ തന്നേക്കുന്നത്. ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾ KVL അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ I1 എന്ന് വിളിക്കാം, ഇതിനെ വേണമെങ്കിൽ I2 എന്ന് വിളിച്ചോ, ഇതിനെ വേണമെങ്കിൽ I3 എന്ന് വിളിച്ചോ. നിങ്ങൾ ഈ I1ലും I2ലും മാത്രം നിങ്ങൾ KVL അപ്ലൈ ചെയ്താൽ മതി. മൂന്നാമത്തെ പെട്ടിയിൽ നിങ്ങൾ KVL അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം എന്താണ്? മൂന്നാമത്തെ പെട്ടിയിൽ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് I3 എന്ന് പറയുന്നത് 1 ആംപിയർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പൊ ഇവിടെ എത്ര വേരിയബിൾസ് വരും? 2 വേരിയബിൾസേ ഉള്ളൂ. കാരണം എന്താണ്? ഒരു പെട്ടിയിൽ കറണ്ട് സോഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 വേരിയബിൾസേ ഉള്ളൂ. 2 ഇക്വേഷൻ നിങ്ങൾ എഴുതിയാൽ മതി. അതിപ്പോ ഏതോ ഒരു പെട്ടിയിൽ കറണ്ട് സോഴ്സ് വന്നാ, ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താ ഈ പെട്ടിയിൽ ഇവിടെ ഈ പെട്ടിയിലും കൂടെ ഒരു കറണ്ട് സോഴ്സ് ആണെന്ന് വെച്ചാൽ ഇതൊരു കറണ്ട് സോഴ്സ് ആണെന്ന് വിചാരിക്കും. 50 ആംപിയറിന്റെ ഒരു കറണ്ട് സോഴ്സ് ആണെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ പെട്ടിയിൽ I3 is equal to 1 ആംപിയർ എന്ന് എഴുതാം. അതേപോലെ തന്നെ I2 is equal to നിങ്ങൾക്ക് 50 ആംപിയർ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ എന്താ, ഈ പെട്ടിയിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, KVL അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ ഒരു പെട്ടിയിൽ മാത്രം നിങ്ങൾ KVL അപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. അതായത് ഏതെങ്കിലും ഒരു പെട്ടിയിൽ കറണ്ട് സോഴ്സ് മാത്രമായിട്ട്, ഒരൊറ്റ പെട്ടിയിൽ മാത്രമായി കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്താണ് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി കഴിയും. അതാണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഫൈൻ. ഇതാണ് നമ്മുടെ ടൈപ്പ് 2. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കുക. ഇതിന്റെ ആൻസർ മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. I1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് അതായത് ഇവിടെ ഇപ്പോ I1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത്, അതായത് ഈ പെട്ടിയിലെ കറണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾ ചെയ്തു 2.5 ആംപിയർ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, 2.5 ആംപിയർ എന്നാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ I3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത്, സോറി I3 നമുക്ക് കിട്ടിയല്ലോ അല്ലെ. I2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1.5 ആംപിയർ എന്നുമാണ്. I3 നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണ്? ഓൾറെഡി ഒരു കറണ്ട് സോഴ്സ് മാത്രമാണെങ്കിൽ നമ്മൾ അവിടെ KVL അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് നമുക്ക് I3 is equal to 1 ആംപിയർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അപ്പൊ ഈ ഒരു കാര്യം, ഇതാണ് നമ്മുടെ ടൈപ്പ് 3. ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ ഇത് ഹോംവർക്ക് ആണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ടൈപ്പ് 2യുടെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മളിനി ടൈപ്പ് 3യിലേക്ക് പോവാണ്. ടൈപ്പ് 3 എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണ്. ടൈപ്പ് 3 എന്ന് പറഞ്ഞാൽ ഇതാണ് സൂപ്പർ മെഷ് അനാലിസിസ് എന്ന് പറയും. എന്താണ് പറയുന്നത്? സൂപ്പർ മെഷ് അനാലിസിസ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്പെല്ലിംഗ് ഒന്നും നമുക്കുണ്ടായ പെട്ടെന്ന് എഴുതുമ്പോൾ ഇങ്ങനെ ഈ റൈറ്റിംഗ് പാടിലുള്ള പ്രശ്നമൊക്കെ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. സൂപ്പർ മെഷ് അനാലിസിസിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സൂപ്പർ മെഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ കറണ്ട് സോഴ്സ് എന്ന് പറയുന്ന ആള് ഏതോ ഒരു ബ്രാഞ്ചിന് മാത്രമായി ഉള്ളതായിരുന്നു. സൂപ്പർ മെഷ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കറണ്ട് സോഴ്സ് എന്തായിട്ട് വരുന്നു? കോമൺ ആയി വരണം. അതായത് ഏതെങ്കിലും 2 ബ്രാഞ്ചിന് കറണ്ട് സോഴ്സ് കോമൺ ആയിട്ട് വരുന്നു. ഇത് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, നേരത്തെ ക്വസ്റ്റ്യൻ അതിന് മുമ്പത്തെ വീഡിയോയിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഈ കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാഞ്ചിന് വേണ്ടി മാത്രമുള്ള, വേറെ ഒരു ബ്രാഞ്ചുമായിട്ട് അത് ബന്ധം പുലർത്തുന്നില്ല. ശരിയല്ലേ? അതേസമയം ഈ കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പെട്ടി നമ്പർ 2ക്കും പെട്ടി നമ്പർ 3ക്കും ബന്ധം ഉണ്ട്. ഓക്കെ, അതായത് ഒരു കറണ്ട് സോഴ്സ് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകളുമായിട്ട് കണക്ഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സൂപ്പർ മെഷ് അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യും. സൂപ്പർ മെഷ് അനാലിസിസിനെ പറ്റി വിചാരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കറിവേപ്പില എന്ന് ഓർത്താൽ മതി. എന്താണ് കറിവേപ്പില? എന്താണെടാ കറിവേപ്പിലയുടെ ഗുണം? സൂപ്പർ മെഷ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കറിവേപ്പിലയാണ്. എന്താ കറിവേപ്പില എന്ന് പറഞ്ഞാൽ നമ്മൾ രുചിക്ക് വേണ്ടി കറിവേപ്പില ഇടും. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും?
എടുത്തു കളയും, എറിയും അല്ലെ? അതാണ് സംഭവം, അതാണ് കറിവേപ്പില. ഓക്കെ, അതായത് ഇവിടെ ഉള്ള ഈ കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത്, ഈ കറണ്ട് സോഴ്സ് കറിവേപ്പിലയുടെ വിലയെ സൂപ്പർ മെഷ് അനാലിസിസിൽ കൊടുക്കുന്നുള്ളൂ. നമ്മൾ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യും, എന്നിട്ട് അതിനെ എടുത്ത് വലിച്ചെറിയും. അതെന്താ, നമുക്ക് കാണാം എന്താണ് സംഭവം നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ. ഓക്കെ, സോ കറിവേപ്പില എന്ന് മാത്രമേ നിങ്ങൾ ഓർക്കുക. നമുക്ക് നമ്മുടെ കോൺസെപ്റ്റിലേക്ക് പോകാം. എന്താണ് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് ടൈപ്പ് 3 ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായത്? കറണ്ട് സോഴ്സ് ഒന്നിൽ കൂടുതൽ പെട്ടികളുമായി ബന്ധപ്പെടുത്തുന്നു. പെട്ടി നമ്പർ 1-ന് ഞാൻ ഒരു കറണ്ടിന്റെ വാല്യൂ കൊടുക്കുകയാണ്. ദിസ് ഈസ് I1. ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല, കാര്യം ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ദിസ് ഈസ് I2 ആൻഡ് ദിസ് ഈസ് I3. ഓക്കെ, ഫൈൻ. സോ നമ്മളിങ്ങനെ ഓരോ കറണ്ട് വാല്യൂ നമ്മൾ കൊടുത്തു. ഫൈൻ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചെങ്കിൽ, നമ്മൾ മെഷ് അനാലിസിസ് വെച്ചിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ 5 ഓമിലൂടെ പോകുന്ന കറണ്ട് ഉണ്ടല്ലോ, ഇതിലൂടെ പോകുന്ന കറണ്ടിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫൈൻ, അതാണ് നമ്മുടെ ഉള്ള പ്രധാനപ്പെട്ട ഇക്വേഷൻ. ഫൈൻ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഫസ്റ്റ് മെഷിലെ KVL നമ്മൾ എഴുതുകയാണ്. അത് നമുക്കങ്ങ് എഴുതി വെച്ചേക്കാം. അപ്ലൈ KVL ഓൺ മെഷ് 1 അല്ലെ, നമ്മുടെ പെട്ടി നമ്പർ 1-ലെ KVL നമ്മൾ എഴുതുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അല്ലെ. ഇവിടെ പെട്ടി നമ്പർ 1 സൂപ്പർ മെഷ് അനാലിസിസുമായിട്ട് ഒരു ബന്ധമില്ല. കാര്യം സൂപ്പർ മെഷ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് കറണ്ട് വരുന്നത്, അത് പെട്ടി നമ്പർ 2-നും പെട്ടി നമ്പർ 3-ക്കും മാത്രമേ ബാധകമുള്ളൂ. ആ കറണ്ട് പെട്ടി നമ്പർ 1-ആയിട്ട് ഒരു ബന്ധവുമില്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് KVL അപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ സൂപ്പർ മെഷ് ഒന്നും നമ്മൾ നോക്കണ്ട. ഇവിടെ നമ്മൾ KVL അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. നമ്മൾ മുമ്പത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് മാത്രമേ വീഡിയോ കാണുക കേട്ടോ. സോ ഞാൻ അതുകൊണ്ട് ഡയറക്റ്റ് അങ്ങ് എഴുതുകയാണ്. 12I1 പ്ലസ് 6 into I1 മൈനസ് I2. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം മുമ്പത്തെ വീഡിയോ കണ്ടിട്ട് മാത്രം ഈ വീഡിയോസ് കാണാൻ വേണ്ടി വരിക. ഓക്കെ, സോ 12I1 പ്ലസ് 6I1 മൈനസ് 6I2 is equal to 36. അപ്പൊ എന്ത് വരും ഇവിടെ? 18I1 മൈനസ് 6I2 is equal to 36 എന്ന് കിട്ടും. This is our equation number 1. ഓക്കെ, ആ ഇക്വേഷൻ നമ്പർ 1 അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിനാനൊന്ന് മായ്ക്കുകയാണ്. ഇനി നമ്മൾ പെട്ടി നമ്പർ 2-ലേക്ക് പോയി. പെട്ടി നമ്പർ 2-ലേക്ക് പോയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. അവിടെ നമുക്ക് ഡയറക്റ്റ് KVL അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണ്, ഇവിടെ കറണ്ട് സോഴ്സ് വന്നിട്ടുണ്ട്. ആ കറണ്ട് സോഴ്സ് ചുമ്മാ ഒരു കറണ്ട് സോഴ്സ് അല്ല, സൂപ്പർ മെഷ് അനാലിസിസിന് ബാധകമായിട്ടുള്ള ഒരു കറണ്ട് സോഴ്സ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ, ഈ കറണ്ട് സോഴ്സിന്റെ വാല്യൂനകത്ത് ഒന്നില്ല അല്ലെ, ഇത് 6 ആംപിയർ ആണ്. 6 ആംപിയർ കറണ്ട് സോഴ്സ്. സോ നമ്മളിവിടെ സൂപ്പർ മെഷ് അനാലിസിസ്. ഓക്കെ, ഇനി നമ്മൾ സൂപ്പർ മെഷ് അനാലിസിസിലേക്ക് പോവാണ്. സോ സൂപ്പർ മെഷ് അനാലിസിസിലേക്ക് പോകുമ്പോൾ സൂപ്പർ മെഷ് കറണ്ട് ഇക്വേഷൻ ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്. സൂപ്പർ മെഷ് കറണ്ട് ഇക്വേഷൻ അതെങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് സംഭവം ഇത്രേ ഉള്ളൂ. ഇവിടെ 6 ആംപിയർ എന്ന് പറയുന്ന ഒരു കറണ്ട് 6 ആംപിയർ എന്ന് പറയുന്ന ഒരു കറണ്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, ഫൈൻ. അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, അതിന്റെ ഡയറക്ഷൻ മുകളിലേക്കാണ്, റൈറ്റ്? അതെ. സോ I3 എന്ന് പറയുന്ന ഒരു കറണ്ട് താഴേക്ക് വരുന്നുണ്ട് അല്ലേ? ഉണ്ട്. I2 എന്ന് പറയുന്ന ഒരു കറണ്ടോ താഴേക്ക് വരുന്നുണ്ട്, റൈറ്റ്? യെസ്, ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ. പോട്ടെ, നമുക്ക് ഈ പെട്ടിയിൽ വെച്ച് തന്നെ നമുക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങളിത് ഇവിടെ നോക്കിക്കേ. I3 എന്ന് പറയുന്ന കറണ്ട് ഇത് ഇങ്ങനെ കറങ്ങി ഇത് ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോകും. ഇതാണ് I3 ചെയ്യുന്ന കാര്യം അല്ലെ? I3 ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ. അതെ. I2 എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകും, റൈറ്റ്? ഇതാണ് I2 ചെയ്യുന്ന കാര്യം.
നിങ്ങളൊന്ന് നോക്കിക്കേ. അതായത് ഇവിടെ നമ്മുടെ 6 ആംപിയർ കറണ്ട് സോഴ്സ് ഉണ്ട്. I3 എങ്ങനെയാ? I3 താഴേക്കും I2യുടെ ഡയറക്ഷൻ എങ്ങോട്ടാ? മുകളിലേക്കും അല്ലേ? ഇതാണ് I2 എന്ന് പറയുന്നത്, ഇതാണ് I3 എന്ന് പറയുന്നത്. കറങ്ങി 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 I3 ഇങ്ങനെയും ഇങ്ങനെ കറങ്ങി 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 I2 ഇങ്ങനെയുമാണ് പോകുന്നത്. ശരിയാണോ? ശരിയാണ്. അപ്പൊ I2 എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്കാണടാ? I2 എന്ന് പറഞ്ഞാല് താഴേക്കാണ് വരുന്നത്, ശരിയല്ലേ? അതായത് ഇങ്ങനെ കറങ്ങി 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 I2 താഴേക്കും, I3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങി 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 I3 മുകളിലേക്കുമാണ് വരുന്നത്, ശരിയല്ലേ? ശരിയാണ്. സോ അപ്പൊ നമ്മൾ ഇതിന്റെ ഇക്വേഷൻ എഴുതുന്നത് I3 മൈനസ് I2 ഇസ് ഈക്വൽ ടു 6 ആംപിയർ എന്നാണ്. അതായത് ഈ കറണ്ട് സോഴ്സിന്റെ ഡയറക്ഷനിൽ വരുന്ന കറണ്ട് ഏതാണോ അത് മൈനസ് അതിന് ഒപ്പോസിറ്റ് വരുന്ന കറണ്ട് ഈസ് ഈക്വൽ ടു ഈ കറണ്ട് സോഴ്സിന്റെ വാല്യൂ. മനസ്സിലായോ? കാര്യം പിടി കിട്ടിയോളാം. അപ്പൊ എന്താണ് ഇങ്ങനെയാണ് നമ്മൾ സൂപ്പർ മെഷ് അനാലിസിസ് ചെയ്യുന്നത്. അപ്പം കറണ്ട് ഇക്വേഷൻ നമുക്ക് പിടികിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമ്മൾ എന്താ പറയുക? സൂപ്പർ മെഷ് എന്ന് പറഞ്ഞാൽ കറിവേപ്പില അല്ലെ? കറിവേപ്പിലയാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എന്താണ്? ഉപയോഗിക്കുക, എടുത്ത് വലിച്ചെറിയുക. അപ്പൊ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ ഇയാളെ എടുത്ത് നമ്മളിനി വലിച്ചെറിയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യും? വലിച്ചെറിയും. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇനി ഈ ഒരു ബ്രാഞ്ച് മൊത്തത്തിലെടുത്ത് നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് വലിച്ചെറിയും. കണ്ടോ? വലിച്ചെറിയണം. ആ ഒരു ബ്രാഞ്ചിന് വേണ്ട, അയാളുടെ അടുത്ത് വലിച്ചെറിയണം, ഉപയോഗിച്ച് വലിച്ചെറിയണം. ഇതാണ് കറിവേപ്പിലയുടെ ഗുണം. ഇതാണ് നമ്മുടെ കറിവേപ്പിലയുടെ ഒരു ഗുണം. ബാക്കിയുള്ള കാര്യമൊക്കെ അതേപോലെ തന്നെ വരും. അത് ഞാനിവിടെ എഴുതിക്കോട്ടെ. ഇത് എത്രയായിരുന്നു? 60 ohm, 6 ohm. ഇത് 6 ohm ആയിരുന്നു. ഇതിലൂടെ പോകുന്ന കറണ്ട് I2 ആയിരുന്നു. ഇതിലൂടെ പോകുന്ന കറണ്ട് I3 ആയിരുന്നു. നമ്മൾ ആ ബ്രാഞ്ച് എടുത്ത് കളഞ്ഞു, റൈറ്റ്? ആ ബ്രാഞ്ച് എടുത്ത് കളഞ്ഞു. അതിന് പകരം ഞാൻ ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കുവാണ്, ചെറുതായി ജസ്റ്റ് ഒന്ന്. ഓക്കെ, ഇവിടെ ഈ ഡോട്ടഡ് ലൈൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഡോട്ടഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മുമ്പ് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തതേ ഉള്ളൂ. നമ്മുടെ സൂപ്പർ മെഷ് വരുന്നത് ഇതാണ് നമ്മുടെ സൂപ്പർ മെഷ്. ഈ മൊത്തത്തിൽ ഇതിപ്പോ മൊത്തത്തിലൊരു പെട്ടിയായി, മനസ്സിലായോ? മൊത്തത്തിലൊരു പെട്ടിയായി മാറി. ഇത് ഇവിടെ ഈ ലൈൻ ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ അവിടെ ബ്രാഞ്ച് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡോട്ടർ ലൈൻ ഇട്ടത്. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ ഇതിപ്പോ മൊത്തത്തിലൊരു പെട്ടിയായി. ഇവിടെയാണ് നമ്മൾ സൂപ്പർ മെഷ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. സൂപ്പർ മെഷ് ഒന്നുമില്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സൂപ്പർ മെഷ് അങ്ങ് ചെയ്താൽ മതി. സൂപ്പർ മെഷ് അനാലിസിസ് അങ്ങ് ചെയ്താൽ മതി. അതായത് എന്ത് ചെയ്താൽ മതി? 5 into അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇങ്ങനെ നമ്മൾ ഇവിടെ ഒരു മെഷ് അനാലിസിസ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഞാൻ ഒരു ഡോട്ടഡ് ലൈൻ ഇട്ടല്ലോ. ആ ഡോട്ടഡ് ലൈൻ അവിടെ ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ വലിച്ചെറിയണ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഡോട്ടഡ് ലൈൻ ഇട്ടത്. നിങ്ങളും പരീക്ഷയ്ക്ക് ഈ ഡോട്ടഡ് ലൈൻ ഇട്ടോ ചുമ്മാ. എന്തിനാണെന്ന് വെച്ചെങ്കിൽ ഈ ഡോട്ടഡ് ലൈനിന്റെ അപ്പുറം വരുന്ന ആൾക്കാർ, ഈ ഡോട്ടഡ് ലൈനിന്റെ അപ്പുറം വരുന്ന ആൾക്കാർ, ഈ ഡോട്ടഡ് ലൈൻ ഇടുന്നത് നമ്മൾ നേരത്തെ ബ്രാഞ്ച് ഉണ്ടായിരുന്നിടത്താണ്. അപ്പുറം വരുന്ന വരെയാണ് I2 എന്ന് പറയുന്ന കറണ്ടിന്റെ അതിരിരിക്കുന്നത്. ഈ അതിരിനപ്പുറത്ത് I3യുടെ ലോകമാണ്, മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ സൂപ്പർ മെഷ് എന്ന് പറഞ്ഞാൽ മൊത്തം ഈ വലിയ പെട്ടീനെയാണ് നമ്മൾ എടുക്കുന്നത് എങ്കിലും ഇവിടം വരെ വരുമ്പോഴാ I2യുടെ കഥ കഴിയും. പിന്നെ അങ്ങോട്ട് I3 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് എന്താന്നുള്ള കാര്യം നോക്കാം. സോ ഇവിടെ വരുമ്പോഴത്തേക്കും എന്താ വരിക? 5I2 വോൾട്ടേജ് സോഴ്സ് ഒക്കെ നമുക്ക് പിന്നെ എഴുതാം അല്ലേ? കണ്ടോ? അടുത്ത എന്താണ്? 3I2 എന്ന് എഴുതരുത്, 3I3 എന്ന് എഴുതണം. പ്ലസ് 3I3. കാര്യം എന്താ? ഈ ഡോട്ടഡ് ലൈൻ കഴിഞ്ഞു വന്നാൽ പിന്നെ I3യുടെ ലോകമാണ്, മനസ്സിലായോ? 3I3 പ്ലസ് 2I3 പ്ലസ് 2I3. നമ്മളിപ്പോ ഇവിടെ നിന്നല്ലേ തുടങ്ങിയത്?
3i3 പ്ലസ് 2i3. ഇനി ഇവിടെ വന്ന് ഇവിടം വരെ വരണം. ഈ 5ലേക്ക് തിരിച്ചു വരണം. അപ്പോഴാണ് തീരുന്നത്. ഇനി 6 പ്ലസ് 6 പ്ലസ് 6 ഇൻറ്റു അവിടെ എന്താ എഴുതുക? i2 മൈനസ് i1. i2 മൈനസ് i1 ഇസ് ഈക്വൽ ടു അവിടെ ഉള്ള വോൾട്ടേജ് സോഴ്സ്. ഏതൊക്കെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്? 12 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, 9 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. രണ്ടിലും കറണ്ട് ഇങ്ങനെയാണ് അല്ലേ? ഫസ്റ്റ് കേസിൽ കറണ്ട് ഇറങ്ങുന്നത് മൈനസിലേക്കാണ്, സോ -12. സെക്കൻഡ് കേസിലും കറണ്ട് ഇറങ്ങുന്ന മൈനസിലേക്കാണ്, സോ -9. ഇത് മനസ്സിലാകാത്തവരുണ്ടായിരിക്കും. നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണുക കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ 5i2 പ്ലസ് 3i3 പ്ലസ് 2i3 പ്ലസ് 6i2 മൈനസ് 6i1 = -12 -9 എന്ന് പറഞ്ഞാൽ -21. i3 എല്ലാം കൂടെ ഒന്നിച്ച് എഴുതാം. 5i2 പ്ലസ് 3i3 2i3. ഇവിടെ ഒരു i2 11i2 വരും അല്ലേ? 11i2 5i3 minus 6i1 is equal to -21. This is equation number 3. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ഉണ്ട്, ഇക്വേഷൻ നമ്പർ 2 ഉണ്ട്, ഇക്വേഷൻ നമ്പർ 3 ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കുക. കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്ത് സോൾവ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, കാൽക്കുലേറ്റർ ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലേ. ഇവിടെ i1 ഉണ്ട്, ഇവിടെ i2 ഉണ്ട്, i3 ഇല്ല. അപ്പൊ +0 i3 എന്നെങ്കിലും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ i3 ഉണ്ട്, i2 ഉണ്ട്, ഇവിടെ നിങ്ങൾ +0 i1 എന്ന് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട്. ഇവിടെ i2 ഉണ്ട്, i3 ഉണ്ട്, i1 ഉണ്ട്. പക്ഷെ ഇവിടെ i1 ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. കാര്യം എന്താ? ഇതുവരെയുള്ള എല്ലാത്തിന്റെയും ആദ്യം എഴുതിയത് i1 ആണ്, പിന്നെ i2. ഓർഡറിൽ തന്നെ എഴുതണം. ഇവിടെ ആണെങ്കിലോ 0 i1, രണ്ടാമത് i2 എഴുതുക, പ്ലസ് i3 is equal to 6. ഇവിടെ ആണെങ്കിൽ -6 i1 പ്ലസ് 11 i2 പ്ലസ് 5 i3 is equal to -21. This is equation number 3. അപ്പൊ ഇങ്ങനെ നമ്മൾ എഴുതണം. ഇതാണ് സൂപ്പർ മെഷ് അനാലിസിസ് എന്ന് പറയുന്നത്. കാര്യം കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താണ്, ഇവിടെ നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് KVL അപ്ലൈ ചെയ്തു. സെക്കൻഡ്, ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ടായിരുന്നു. ആ കറണ്ട് സോഴ്സിനെ നമ്മൾ ഉപയോഗിക്കും. എന്തിനാ ഉപയോഗിക്കുന്നത്? കറണ്ട് ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? ആ കറണ്ടിന്റെ ഡയറക്ഷനിൽ പോകുന്ന കറണ്ട് മൈനസ് അതിന്റെ ഓപ്പോസിറ്റ് പോകുന്ന കറണ്ട് ഈസ് ഈക്വൽ ടു ഈ കറണ്ടിന്റെ വാല്യൂ എത്രയാണോ അത്. അതാണ് ഇക്വേഷൻ. അതൊരു ഇക്വേഷൻ. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെടുത്ത് കളയണം. എന്നിട്ട് നമ്മൾ സൂപ്പർ മെഷ് എഴുതണം. അതിരുകൾ വെച്ചിട്ടാണ് ഇക്വേഷൻ എഴുതുന്നത്. ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കാം.